നിനക്കു നിഴലായി എന്നെ ഞാൻ ഒതുക്കി വച്ചതും നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നുവെന്ന തോന്നൽ കൊണ്ടെൻ കനവേ. സർ, ഇപ്പോഴും സാർ തന്നെയാണോ? സോറി സാം. അല്ല, എന്താ ഇവിടെ? നിന്നെ കാണാൻ തന്നെ. എന്നെ കാണാനോ? നിന്നെ കണ്ട് ഇതൊന്നും തരാൻ. ഇതെന്താ? നിന്റെ ഫോൺ നഷ്ടപ്പെട്ടതല്ലേ? സോ നിനക്ക് വേണ്ടി ഞാൻ മേടിച്ച ഫോണാ. ഫോൺ? സോറി സാം, എനിക്ക് ഓൾറെഡി ഫോൺ കിട്ടി. ഓ സോറി. അതിന് നിങ്ങളെന്തിനാ സോറി പറയുന്നേ? ആക്ച്വലി ഇതെന്റെ ഫ്രണ്ട് ഇന്നലെ മേടിച്ചു തന്നതാ. ഫ്രണ്ട്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ എന്നെ ഹെൽപ്പ് ചെയ്ത എന്റെ ഫ്രണ്ടിനെ കുറിച്ച്? ഓ യെസ്, ഞാനത് വിട്ടുപോയി. നീ ഇപ്പൊ ഫ്രീ ആണോ? ഫ്രീ? ഇപ്പൊ ലഞ്ച് ടൈമാ. ഞാൻ ആക്ച്വലി കഴിക്കാൻ ക്യാൻറ്റീനിലോട്ട് പോവാനിരിക്കുകയായിരുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനോട് ജോയിൻ ചെയ്തോട്ടെ? അത് എനിക്കറിയില്ല ഓഫീസിൽ പുറത്തുനിന്നുള്ളവർക്ക് അലൗഡ് ആണോന്ന്. ഞാനതിന് പുറത്തുനിന്നുള്ള ആളാണോ? ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ. സ്റ്റാഫിന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് അവരുടെ അനുഭവത്തോടെ ഓഫീസ് ക്യാൻറ്റീനിൽ കയറാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. ഓ ആണോ? എങ്കിലൊക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഇപ്പോൾ വരാം. നിന്റെ ഫ്രണ്ടും ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഇതെന്റെ കൊളീഗാണ്. ഓ ഓക്കെ ഓക്കെ. ഇന്ന് എൻ്റെ ട്രീറ്റ്. നിനക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു. അത് വേണ്ട സാം, എനിക്ക് ഓൾറെഡി ഇവിടുത്തെ കാർഡുണ്ട്. പിന്നെ പറ നിന്നെ കുറിച്ച്. നാട്ടിലെവിടെയാ നീ? ഞാനന്ന് കംപ്ലൈന്റ് തന്നപ്പോ അതിലുണ്ടായിരുന്നല്ലോ. ഇത്ര പെട്ടെന്ന് പറഞ്ഞോ? ഓ സോറി, ഒരുപാട് തിരക്കുള്ള ആളല്ലേ. ഞാൻ കാലിക്കറ്റാണ്. നിങ്ങളോ? മറന്നതല്ലടോ, ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ചോദിച്ചതാ. സാധാരണ രണ്ട് മലയാളത്തിൽ തമ്മിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കോൺവെർസേഷൻ വരുന്നത് നാട്ടിലെവിടെയാന്നല്ലേ. ഞാനും അതൊന്ന് ട്രൈ ചെയ്തതാ. ഓ അങ്ങനെ. പക്ഷെ ഞാൻ ആരോടോ അങ്ങനെ ചോദിക്കാറില്ല. അവർക്ക് ഇഷ്ടമുണ്ടേ പറയും, അപ്പൊ ഞാൻ കേൾക്കും. എന്റെ പാരന്റ്സിന്റെ പ്ലേസ് കോട്ടയം. പക്ഷേ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാ. ഞങ്ങളിവിടെ സെറ്റിൽഡാ. അപ്പൊ നിങ്ങൾ നാട്ടിൽ പോയിട്ടേ അല്ലേ? പോയിട്ടുണ്ട്. ഞങ്ങള് വൺസ് ഇൻ എ ഇയർ ഗ്രാൻഡ് പാരന്റ്സിനെ വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. ഓ, ഇവിടെ വളർന്നിട്ടും എത്ര നന്നായിട്ടാ നിങ്ങൾ മലയാളം സംസാരിക്കുന്നത്. അതെന്റെ പാരന്റ്സിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അവരുടെ മക്കളെല്ലാം നന്നായി മലയാളം സംസാരിക്കണം എന്നുള്ളത്. നാടിനോടുള്ള സ്നേഹേ. സാമിന്റെ പാരന്റ്സ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നേ? അവർക്കിവിടെ ബിസിനസ്സാ. എബി, സൺഡേ ഓഫീസിന് ഓഫ് അല്ലേ? അതെ. സോ നീ അന്ന് ഫ്രീ ആണെന്നർത്ഥം അല്ലേ? എന്നാ പിന്നെ നമുക്ക് നിങ്ങൾ ഇവിടെ ഇരിക്കണോ? എന്നിട്ട് ഞാൻ അവിടെയൊക്കെ പോയി നോക്കി. അല്ല, സിയ എവിടെ? അവൾക്ക് വർക്ക് വന്നു. അവൾ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു പോയി. ഇതെന്താ? നോക്കട്ടെ. ടേസ്റ്റി. ഓ സോറി, നിങ്ങളാണല്ലേ ഇവന്റെ ഫ്രണ്ട്? ഞാൻ ഇവന്റെ ക്ലോസ് ഫ്രണ്ട് ജിഷ്ണു. സാമുവൽ പോൾ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. സാറ് പോലീസ് ആണല്ലേ? പറഞ്ഞില്ല തെണ്ടി. അപ്പോൾ ഓക്കെ സാർ, ഞങ്ങൾക്ക് വർക്കിന് കയറാൻ ടൈമായി. ആടോ? ഓക്കെ. അല്ല, ഇനി ഫോൺ നമ്പർ തരുന്നതിൽ പ്രശ്നമുണ്ടോ? ഇല്ല സാർ. അപ്പോൾ ശരി സാർ, ബൈ. ഓക്കെ ബൈ, സീ യു ലേറ്റർ. നീ എന്താ അയാൾ പോലീസിലാണെന്ന് പറയാഞ്ഞേ?
എടാ അത് പിന്നെ ഞാനത് വിട്ടുപോയി. ആട്ടെ, നിനക്കെങ്ങനെ അയാളെ അറിയാം? അത് പിന്നെ ഇന്നലെ കമ്പനി ആയതാ. ഓ, ഇത്രയും വലിയൊരാള് ചുമ്മാ നിന്നോട് കമ്പനി ആയിരുന്നു? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ കണ്ടുപിടിച്ചോളാം. പക്ഷെ അയാളുടെ സംസാരം കണ്ടിട്ട് ഇന്നലെ കമ്പനിയാണെന്ന് തോന്നുകയില്ലല്ലോ. അതുമല്ല, അയാളുടെ നോട്ടം അത്ര ശരിയല്ല. ഫുഡ് കഴിക്കുമ്പോൾ ആളുടെ കണ്ണ് നിന്റെ മുഖത്ത് തന്നെയായിരുന്നു. നീ എങ്ങനെ അത് കണ്ടു? നീ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങളെ തന്നെ നോക്കിയിരുന്നിട്ടല്ലേ? നിനക്കതൊക്കെ ചുമ്മാ തോന്നിയതാവും. സാം അങ്ങനെയുള്ള ആളല്ല, നല്ല ആളാ. പിന്നെ സാമിന്റെ സംസാരം, അതിപ്പോ നീയും ഞാനും 2 ദിവസം മുന്നേ അല്ലേ പരിചയപ്പെട്ടെ? എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ? ഓ, അപ്പൊ നിനക്ക് ഞാൻ അത്രേ ഉള്ളൂ, അയാളുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ മാത്ര അല്ലേ? ഏയ്, അങ്ങനെയല്ല പറഞ്ഞു. നീ ഇനിയൊന്നും പറയണ്ട. ഓ, അങ്ങനെ പറയല്ലേ, നീ എന്റെ ചക്കരയല്ലേ. ഓടാ, നീ പോയി നിന്റെ സാമിനോട് സംസാരിച്ചു. അല്ലേലും എന്റെ ജിഷ്ണുവിന്റെ ദേഷ്യമുള്ള മുഖം കാണാൻ നല്ല ഭംഗിയാണ്. ഓട തണ്ടി. ഇപ്പൊ എന്റെ ജിഷ്ണുവിനെ കാണാൻ എന്ത് ക്യൂട്ടാ. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്കടോ. ഡേ, ചിരിക്ക് ചിരിക്ക്, അല്ലെ ഞാൻ ഇപ്പൊ ഇക്ലിയാക്കും. വേണ്ട എബി, വേണ്ട എബി, നീ വിട്ടേ. എബി ഓഫീസാണ്. നീ എന്നോട് കൂട്ടായിന്ന് പറയുന്നവരെ ഞാൻ ഇത് തന്നെ ചെയ്യും. എബി, ഓക്കെ, ഫൈൻ ഫൈൻ. Hey, both of you, what are you doing? This is an office, not a playground. Sorry sir, we don't repeat this again. It's a warning. Next time, don't do this. Do your work. ഇയാളിപ്പോ എവിടെ വന്ന് കേറി? അവന് ഫസ്റ്റ് ടൈമാ ഞാൻ ഇത്രയും ഹാപ്പിയിൽ കാണുന്നു. എല്ലാം നശിപ്പിച്ച്. HR ആണ് പോലും HR. ഇവനെന്തിനാ ഇതൊക്കെ നോക്കുന്നത്? കാരണം അത് അവന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട്. വർക്കിംഗ് ടൈമിൽ ഇരുന്ന് ഇമാതിരി കോപ്രായം കാട്ടുന്ന നിന്റെ ചെക്കും ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. എന്നിട്ട് അത് പ്രോപ്പറായി പോയിന്റ് ഔട്ട് ചെയ്ത HR കുറ്റം. ഇതേ കാര്യമാവും നിന്റെ ചെക്കനൊക്കെ ആവും എന്ന് വെച്ച് ഓഫീസിലുള്ള ഈ പരിപാടി നടക്കില്ല. ഇത് വേറെ വല്ലവരും ആയിരുന്നേ പണിഷ്മെന്റ്, ഫയറിങ് എന്തെല്ലാം ആയിരിക്കും. ഡാ, അത് പിന്നെ നോക്ക്, അവനിത് ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷേ മറ്റുള്ള സ്റ്റാഫ് ഇതെല്ലാം നോട്ടീസ് ചെയ്യും. സോ നീ ഇങ്ങനെയൊക്കെ അവന് മാത്രം ഫ്രീ സ്പേസ് കൊടുക്കുമ്പോൾ അത് മനസ്സിലാവാതിരിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടുത്തെ സ്റ്റാഫ്. അവരിത് വല്ലോ അറിഞ്ഞ നിന്റെ പിന്നാലെ നടക്കുന്ന കുറെ എണ്ണം ഇല്ലേ ഇവിടെ, അവരൊക്കെ കൂടെ അവൻ ടാർഗറ്റ് ചെയ്യും. അത് വേണോ നിനക്ക്? അല്ലേ പിന്നെ നീ ഇപ്പോഴേ പറയണം അവൻ നിന്റെ ആരാണെന്ന്. എന്താ, നിനക്കതിന് പറ്റുമോ? എടാ, അതിന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ. അവനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. പിന്നെ ഞാനായിട്ട് എങ്ങനെയാ? ഞാൻ ആദ്യം അവനൊന്ന് പ്രൊപ്പോസ് ചെയ്യട്ടടാ, എന്നിട്ട് പോരെ. എന്നാ പിന്നെ നിന്റെ ഈ ഓഫീസ് റൊമാൻസ് കയ്യിൽ തന്നെ വെച്ചു. വീട്ടിൽ ചെന്നാലും എടുക്കാലോ, അവൻ നിന്റെ കൂടെ തന്നെയല്ലേ. എന്നാ പിന്നെ അത് മതിയല്ലേ? അത് മതി. എന്താ ഇന്ന് പതിവില്ലാതെ കിച്ചണില്? അത് പിന്നെ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാന്ന് കരുതി. അതിന് നിനക്ക് കുക്കിംഗ് അറിയോ? അങ്ങനെ അറിയില്ല, എങ്കിലും ഞാൻ യൂട്യൂബിൽ നോക്കി കുക്ക് ചെയ്യും. ആ, അപ്പൊ ഇതൊരു പരീക്ഷണ വസ്തുവാണെന്ന്. അത് ടെസ്റ്റ് ചെയ്യാൻ നിനക്ക് എന്നെ മാത്രമേ കിട്ടിയുള്ളൂ? ഇച്ചായ കോപ്പ്, ഇവൻ എന്നെ സാറേന്ന് തന്നെ വിളിച്ചാൽ മതിയായിരുന്നു. ഇതത്ര ബോറൊന്നുമല്ല, ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തതാ. എന്താലോചിച്ച് നിൽക്കുക? വേഗം പോയി ഫ്രഷ് ആയി വാ, എനിക്ക് വിശക്കുന്നു. ഓ, ഓക്കെ ഓക്കെ. കാണുന്നത് ബ്രദറായിട്ടാണ്, എന്നിട്ട് പെരുമാറുന്നതോ എന്റെ വൈഫായിട്ട്. എന്തായാലും ഇതെനിക്കിഷ്ടായി. മമ്മി പപ്പയെ ട്രീറ്റ് ചെയ്യുമ്പോഴുണ്ട്. പോയില്ല അപ്പോ? ആ, പോയി. ഇത് അന്നമ്മ 2.0 തന്നെ. എങ്ങനെയുണ്ട്? സത്യം പറയണോ അതോ കള്ളം പറയണോ?
സത്യം പറഞ്ഞാൽ മതി. അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയില്ല, ഒരു ആവറേജ്. എന്നാ ഒരു ബിഗിനർ എന്ന നിലയിൽ കഴിക്കാൻ കൊള്ളാം. കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഇതിലൊരു ഭാവി കാണുന്നുണ്ട്. ഇനി റിയൽ റീസൺ പറ. റീസണോ? എന്ത് റീസൺ? അല്ല, ഇത്രയും കഷ്ടപ്പെട്ട് യൂട്യൂബ് ഒക്കെ നോക്കി ഫുഡ് ഉണ്ടാക്കിയത് എന്തിനാ? അത് പിന്നെ ആ മാനേജിംഗ് ടീം ഫയൽസ് സബ്മിറ്റ് ചെയ്യാത്തതില് ഇന്ന് ഇച്ചായന് ഓഫീസിൽ ഓക്കെ അല്ലായിരുന്നല്ലോ. സോ ഇച്ചായൻ ഓക്കെ ആക്കാനാണ് ഞാൻ കുക്ക് ചെയ്തത്. എന്റെ മൈൻഡ് ഓക്കെ അല്ലേ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കും. അപ്പൊ ഒരുമാതിരിപ്പെട്ട മൂഡ് ഓഫ് ഒക്കെ മാറിക്കിട്ടും. സോ ഞാൻ കരുതി ഇച്ചായനും അതുപോലെ ചെയ്യാന്ന്. അല്ല, ഇതെന്റെ ഫേവറേറ്റ് ഫുഡാണെന്ന് ആരാ പറഞ്ഞു? അതിനാണോ പാട്? ഓഫീസ് സ്റ്റാഫിന്റെ ഇടയിൽ ഇച്ചായന്റെ ഒരു ഫാൻസ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. സോ അതിലുണ്ട് ഇച്ചായന്റെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും. ഇച്ചായൻ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഇതാണെന്ന് അവര് പറയുന്നു. ഓ, അപ്പൊ നീയും ആ ഗ്രൂപ്പിലുണ്ടോ? ഏയ് ഞാനില്ല, സിയ ഉണ്ട്. ഇച്ചായന്റെ ഫാൻ ഗേൾസിനോട് ചുമ്മാ ഇച്ചായന്റെ പേരെന്ന് പറഞ്ഞാൽ തന്നെ അവർക്കറിയാവുന്ന ഫുൾ ഡീറ്റെയിൽസ് അവര് പറഞ്ഞുതരും. ദേ ആർ റിയലി ക്രേസി അബൌട്ട് യു. But I am crazy about you, man. അതെന്നാ നീ അറിയും? അപ്പൊ എന്റെ മൈൻഡ് ഓക്കെ ആക്കാനാണ് മോൻ ഈ പ്രശ്നമൊക്കെ കാണിച്ചു തന്നു. പക്ഷെ ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഓഫീസിലെത്തിയപ്പോഴേക്കും ഞാൻ ഓക്കെ ആയിരുന്നല്ലോ. അതെങ്ങനെ? പക്ഷെ സിയ പറഞ്ഞു ഇച്ചായന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസം മൊത്തം അങ്ങനെ തന്നെയാണെന്ന്. യൂഷ്വലി അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോ ഐ ഹാവ് മൈ ഓൺ ഗെയിം ഫോർ ഡിസ്ട്രാക്ടിങ് മൈ മൈൻഡ്. ഗെയിമോ? ആ ഗെയിം നിനക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ അത് നിനക്ക് ഞാൻ അവർക്ക് വിശദമായി പഠിപ്പിച്ച് തരുന്നുണ്ട്. എന്നിട്ട് വേണം അതിന്റെ ഹാർഡസ്റ്റ് ലെവലൊക്കെ നമുക്ക് ഒരുമിച്ച് കളിക്കാൻ. ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചിരിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. പാത്രമൊക്കെ ഞാൻ കഴുകിക്കോളാം. പിന്നെ ഇന്ന് കിച്ചണിൽ കയറിയത് ഓക്കെ എന്ന് കരുതി ഇതൊരു ശീലമാക്കണ്ട. നിനക്കിങ്ങനെ ഇടയ്ക്കൊക്കെ എന്റെ മൈൻഡ് മാറുമ്പോൾ മാത്രം കുക്ക് ചെയ്യും. കുക്കിംഗ് അതെന്റെ ടെറിട്ടറി. ഇനി നിനക്ക് പണിയെടുക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നീ വേണേ ക്ലീനിങ് ഏറ്റെടുത്തു. ഉറങ്ങിയില്ലേ? ഇച്ചായന്റെ ഉറങ്ങത്തെ? വീട്ടിൽ വന്നാലും വർക്ക് ചെയ്യണോ? എന്ത് ചെയ്യാനാ, സ്വന്തമായി ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓവർ ടൈം ഒക്കെ ഇരുന്നൊരു വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ സ്റ്റാഫിനൊക്കെ വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നീട് ഫ്രീ അല്ലേ? അതുപോലെ നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫ് കൂടെയാണ് സിഇഒക്ക് പണി കൂടും. അവരൊരു സോറിയും പറഞ്ഞ് എന്തെങ്കിലും പണിഷ്മെന്റ് പറഞ്ഞാൽ അതും ചെയ്തു പോവും. അല്ലേ പിന്നെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജോബ് നോക്കി പോകും. പക്ഷെ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി കാരണം എന്നെപ്പോലുള്ള സിഇഒമാർക്ക് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത കമ്പനിക്ക് വൻ ലോസ് സംഭവിക്കും. ചില സ്റ്റാഫ് കാരണം കമ്പനി തന്നെ പൂട്ടിപ്പോകേണ്ട കേസ് വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത് ഇങ്ങനെ ഉറക്കൊഴിഞ്ഞ് ജോലി ചെയ്യേണ്ടി വരും. ആ ജാപ്പനീസ് പ്രോജക്ട് അത്ര ഇമ്പോർട്ടന്റ് ആണല്ലേ? യെസ്, ഇങ്ങനെ ടേണിംഗ് പോയിന്റിന് വേണ്ടിയോ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ലാസ്റ്റ് ടൈമിൽ വെച്ചിട്ടാ അവർ ഈ പണി കാട്ടിയത്. ഇനിയിപ്പോ എല്ലാം ഒരു പ്രോപ്പറായി സബ്മിറ്റ് ചെയ്താലും പ്രസന്റേഷൻ ഓക്കെ അല്ലെങ്കിൽ പണിയാവും. റിയ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു, അവൾ പെട്ടെന്നെല്ലാം ക്യാച്ച് ചെയ്തു. ഇതിപ്പോ വിഷ്ണു, അതും ഈ കുറച്ച് ദിവസം കൊണ്ട് ഐ ഡോണ്ട് നോ എങ്ങനെയാ ഇതിന്റെ ഒരു ഔട്ട്കം വരാന്ന്. പിന്നെ മിസ്റ്റർ ഹാൻ, ഹിസ് എ ക്രൂക്കഡ് മാൻ. അയാൾ മാക്സിമം ഈ പ്രൊജക്ട് നമുക്ക് കിട്ടാതിരിക്കാനേ നോക്കും. അതെന്താ? അയാൾക്ക് ഇച്ചായനോട് വല്ല പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടോ? ഉണ്ട്. ഓ, അപ്പൊ ഇനി എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. അയാളെ റിജക്ട് ചെയ്യാനുള്ള ഒരു ലൂപ്പ് നമ്മളായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക. അപ്പൊ ഒന്നുമില്ലേലും അയാൾ ചുമ്മാ റിജക്ട് ചെയ്താലോ? അതിന് ചാൻസ് ഇല്ല. ഇറ്റ്സ് എ ജാപ്പനീസ് ഗവൺമെന്റ് പ്രൊജക്ട്. സോ അങ്ങനെ റീസൺ ഇല്ലാതെ റിജക്ട് ചെയ്യാൻ പറ്റില്ല. ഗെയിമിംഗ് പ്ലോട്ടും അതിന്റെ ഐഡിയാസ് ഒക്കെ ഓൾറെഡി നമ്മൾ അവരുമായിട്ട് ഡയറക്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. അവര് കൂടെ ഓക്കെ ആയിട്ടാണ് നമ്മൾ ബാക്കി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത്. ഓ, അപ്പൊ പ്രസന്റേഷനിൽ അയാളുടെ വാർപ്പിക്കണം അല്ലേ?
എക്സാക്ട്ലി, അയാൾ വാ തുറക്കരുത്. അയാൾ പല തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ അതിനുള്ളൊരു ഗ്യാപ്പ് അയാൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കരുത്. മതി മതി, നീ പോയി കിടക്കാൻ നോക്കും. അതിന് നാളെ ഓഫല്ലേ, പിന്നെന്തിനാ ഞാൻ നേരത്തെ കിടക്കുന്നേ? അല്ല പിന്നെ ഉറക്കം വെച്ചിട്ട് മോൻ എന്ത് ചെയ്യാനാ ഉദ്ദേശം? അതേ, എന്നൊന്ന് പുറത്തുകൊണ്ടുപോകുമെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് വന്നേ. പക്ഷെ ഇച്ചയൻ വർക്കിലല്ലേ. സോ ഞാനിവിടെ ഇരുന്ന് ഇച്ചേനൊരു കമ്പനി തരാം. നീ എന്നെ ആരായിട്ടാ കാണുന്നെന്നാ പറഞ്ഞേ? മൈ ബ്രദർ. എന്തേ? ഒന്നുമില്ല. ഒരു വൈഫിനെ പോലെ എന്നെ ഇത്രയും കെയർ ചെയ്യുന്ന ഒരു ബ്രദറിനെ കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് ഫാമിലി ആയിട്ട് ഇച്ചായ മാത്രമേ ഉള്ളൂ. സോ ഞാൻ കെയർ ചെയ്യണ്ടേ? ഇവന്റെ തലയിൽ വല്ല പിണ്ണാക്കുമല്ലോ തോന്നും. ഇത്രയും ഞാൻ പറഞ്ഞിട്ടു ഇവൻ അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. നാളെ നിനക്ക് വല്ല പ്ലാനും ഉണ്ടോ? പ്ലാനോ? എന്ത് പ്ലാന്? നാളെ ഓഫല്ലേ. സോ വല്ല ഔട്ടിങ്ങോ എന്തേലും? എനിക്കതിന് ഇവിടെ എവിടെ അറിയില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ പോകും? അല്ല, പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയതല്ലേ. സോ അവരുടെ കൂടെ വല്ല ഔട്ടിങ്ങോ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഫ്രണ്ട്സോ? ഇച്ചായൻ ഉദ്ദേശിച്ചത് സാമിനെയും ജിഷ്ണുവിനാണോ? ജിഷ്ണു ഓൾറെഡി നാളെ ബിസിയാ. പിന്നെ സാമോ, അവളോട് അങ്ങനെ ഔട്ടിങ്ങിന് പോകാൻ മാത്രം അത്ര ക്ലോസ് അല്ല ഞാൻ. സാമോ? അങ്ങനെ ഒരാളുണ്ട് ഓഫീസില്? ഇച്ചായ എന്തിനാ പ്ലാൻ ഉണ്ടോന്ന് ചോദിച്ചേ? അപ്പൊ നിനക്ക് പ്ലാൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരിടം വരെ പോവാം. എവിടെ? അതവിടെ എത്തും പറഞ്ഞാൽ മതി. എന്നാലും നീ എനിക്ക് കമ്പനി തരാൻ വന്നതാണോ അതെന്റെ വർക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ? അല്ല, ചെയ്തോ ചെയ്തോ. ജിഷ്ണു വാസ് റോങ്. ഹി ഹാസ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. പിന്നെന്താ ഇച്ചായൻ ഓഫീസിലുള്ളവരോട് ആരോടും ചിരിക്കാത്ത? വേണ്ട വേണ്ട, ഇപ്പഴേ എല്ലാവരും ഇച്ചായന്റെ പുറകെയാ. ഇനി ഇങ്ങേട്ട് ഈ ചിരി കൂടി കണ്ട പിന്നെ അത് മതി. അതുകൊണ്ട് ഇപ്പൊ ഈ ചിരി ഓഫീസിൽ ഞാൻ മാത്രം കണ്ടാൽ മതി. ഹെപ്പി, യു ആർ ലക്കി മാൻ. ഇത് ആരുടെ വീടാ? നിനക്ക് അറിയുന്നവരുടെ തന്നെയാ. എനിക്കോ? ഇവിടെയോ? അതിന് എനിക്കിവിടെ ആരെയും. എബി മോനെ, മമ്മി, ഞങ്ങൾ ആദ്യം ഒന്ന് അകത്തോട്ട് കയറിക്കോട്ടെ, എന്നിട്ടാവാം സ്നേഹപ്രകടനം. നീ പോടാ ചപ്പിത്തലയാ. ഞാൻ ആദ്യമായിട്ട് എന്റെ കൊച്ചിനൊന്ന് കാണുന്നേ, അതിന്റെ ഇടക്ക് അവൻ. മമ്മിക്ക് ഇപ്പൊ ഇത്തിരി ബോഡി ഷേമിങ് കൂടുന്നുണ്ട്. പഴയ മിസ് വേൾഡ് ആണെന്നുള്ള അഹങ്കാരം. മിസ് വേൾഡോ? അത് നിനക്കറിയില്ലല്ലോ. ആള് പഴയ മിസ് വേൾഡാ. ബ്യൂട്ടി കാരണമൊന്നുമല്ലടാ, ക്യാഷ് കൊടുത്ത് മേടിച്ചതാ. നിന്റെ തന്തയല്ലേ എനിക്ക് ക്യാഷ് തന്നത്. ഒന്ന് പോടാ. മമ്മിയും മോനും കണ്ടു എന്റെ തലക്കിട്ട് കൊട്ടാൻ തുടങ്ങി. നീ ഇങ്ങ് കേറിപ്പോരെ ബി. അവരെ നോക്കണ്ട, അവര് തമ്മിൽ കണ്ടാ പിന്നെ ഇങ്ങനെയാ. പറയുന്ന ആളിപ്പോ ഇത്ര നല്ലതാണല്ലോ. ഇങ്ങനെ പറ മമ്മി. ഒരു ഗുഡ് ബോയ് വന്നിരിക്കുന്നു. എന്റെ പൊന്നോ, ഇതൊക്കെ കേട്ട് അവൻ ഇപ്പൊ തന്നെ അവിടുന്ന് ഓടും. നീ വാ മോനെ, അയാള് പറഞ്ഞൊന്നും കേക്കണ്ട. ഇരിക്കുവാണ്. താങ്ക് യു സർ. സാറെന്നോ? ഇവൻ നിന്റെ ബ്രദർ അല്ലേ? സോ ബ്രദറിന്റെ പാരന്റ്സ് നിന്റെയും പാരന്റ്സ് അല്ലേ? മമ്മി അടങ്ങിയിരിക്കടാ. അതെ, അന്നമ്മയാ. ആദ്യം അവൻ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഈ ബ്രദറിന്റെ പോസ്റ്റ് മാറ്റി നിനക്ക് ഹസ്ബൻഡിലേക്കുള്ള പ്രൊമോഷൻ മേടിച്ചു തരും അവള്. അതിനുള്ള അടവാ ഇതൊക്കെ. മമ്മി എന്നേലും പൊളിയാ. അപ്പൊ ഞാനോ? പപ്പ എന്താ ചെയ്തേ? പ്ലാന് മൊത്തം മമ്മിയുടേതല്ലേ. ഇത്രത്തോളം കുട്ടുബുദ്ധിയുള്ളവളെ ഇത്രയും കാലം ഞാൻ സഹിക്കില്ലേ. ഇവളുടെ ഈ കുട്ടുബുദ്ധി വെച്ചിട്ട് ഇവൾ എന്നെ വരെ വെക്കാൻ ചാൻസ് ഉണ്ടായിട്ട് പോലും ഞാൻ പിടിച്ചു നിന്നില്ലേ. അതിനെനിക്ക് അവാർഡ് തരണം.
ആ ഇത് മമ്മി കേൾക്കണ്ട. അപ്പൊ പിന്നെ പപ്പക്കുള്ള അവാർഡ് റീത്ത രൂപത്തില് പപ്പയുടെ കല്ലറേ വെച്ച് തരും ആള്. ഒരു കാതൽ ഒരു നേസം ഇത് ഉയിർ കൂട്ടിൽ ഒരു ശ്വാസം പുതുവാനം പരദേശം செல்வோமே அன்பேவா பகலிரவாய் கண் பிடித்திடவா உனதருகே நான் பிழைத்திடவா யுக யுகமும் ஒரு நொடிதானே இதயமெல்லாம் நீ நிறைந்திடவா உனதுயிராய் இருந்திடவா உடைக்கதைவா என்னை அடைவா മമ്മി പപ്പ ഞങ്ങൾ ഇറങ്ങിയെന്നു. ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞാലും നാളെ ഓഫീസുള്ള കാരണം കേൾക്കില്ല എന്നറിയാം. എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടായിരുന്നു. കേട്ടോ ബേബി, അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവിടെ സ്റ്റേ ചെയ്യാൻ കണ്ടിട്ടേ വരാവൂ. ആനോ മോനെ നോക്കിക്കോളാം. ആ പപ്പ ഞാൻ നോക്കിക്കോളാം. എബി ഇവൻ കുറച്ച് കുരുത്തക്കേടാണെന്ന് അറിയാം, എന്നാലും ഇവനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇങ്ങേർക്ക് ആകെയുള്ള ഒരു ആശ്വാസം നീ ഉണ്ടല്ലോ ഇപ്പൊ എന്നെ ശ്രദ്ധിക്കാനുള്ളതാണ്. അതൊക്കെ എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, എന്നെ അവൻ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. എബിമോനെ, ഇവൻ വല്ലതും നിന്നെ ചീത്ത പറയാ പേടിപ്പിക്കുകയോ ചെയ്യാണ് ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇതെനിക്കുള്ളത് ഞങ്ങൾ കൊടുത്തോളാം. അത് ഞാൻ ഏറ്റു. എന്നാ ഇനി നേരം കളയണ്ട, ചെല്ലാൻ നോക്ക്. ഹാനു സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണേ. ആ പപ്പ. ഹാനു. അല്ല, വീട്ടില് ഇച്ചേനെ ഹാനു എന്നല്ലേ വിളിക്കുന്നത്? പപ്പയും മമ്മിയും അങ്ങനെ വിളിക്കുന്നത്. നിനക്ക് ഇഷ്ടായോ? ആ നൈസ് നെയിം. എങ്കിൽ നീയും അങ്ങനെ വിളിച്ചോ. വേണ്ട, ഞാൻ ഇച്ചേനെ തന്നെ വിളിച്ചോളാം. പുള്ളി ഇവൻ എന്നെ കൊണ്ടേ പോവും. ഡാ ഇത് വേണോ? ഇതിന്റെ പിന്നിൽ ഞാനും കൂടി ഉണ്ടെന്ന് അറിഞ്ഞാ എന്റെ പണി പോവും. സിയെ പേടിക്കണ്ട, ഇതിൽ സിയക്കൊരു പ്രശ്നം വരില്ല. ഇപ്പൊ എനിക്ക് നല്ല പേടിയുണ്ട്. അഥവാ എന്തേലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു നിന്റെ എന്റെയും ഒക്കെ ഇവിടുത്തെ ജോലി. ഇത് കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും വരില്ല. ട്രസ്റ്റ് മീ. ഇനി അഥവാ എന്തേലും ഉണ്ടായാൽ അത് ഞാൻ ഏറ്റെടുത്തോളാം. വിഷ്ണു, യു ക്യാൻ ട്രസ്റ്റ് മീ. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇതിലിപ്പോ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇത് അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ഇന്നത്തോടെ എന്റെ ജോലി പോകും. ആ മാനേജിംഗ് ടീം കാരണം ഓൾറെഡി എനിക്ക് പണി കിട്ടി. ഇനിയിപ്പോ വരാൻ പോകുന്ന ആള് അതൊരു 1.5 മുതലാണ് കേട്ടത്. എന്തായാലും മീറ്റ് റൂമിലിരുന്ന് നാറുന്നതിനെക്കാട്ടും നല്ലതാ ഇത്. അല്ല, അപ്പോ സാർമാരോട് പറയണ്ടേ ഇപ്പൊ ഇത്? ഈ കാര്യം സാർമാരോട് സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോണ്ട്. ഇതിൽ നിങ്ങൾ ആരും ഇൻക്ലൂഡ് ആവണ്ട. ഇനി എവിടേക്ക് സമയമാവാനാ? മിസ്റ്റർ ഹാനൻ ടീം 5 മിനിറ്റ്സിനുള്ളിൽ എത്തുന്നാ പറഞ്ഞു. സിയ, അവർ വന്നു കഴിഞ്ഞാൽ അവരെ നേരെ നീ മീറ്റിംഗ് റൂമിലോട്ട് ഇരുത്തും. എന്നിട്ട് സാർമാരോട് പോയി അവരെത്തിയെന്ന് പറ. ഇതിപ്പോ ഇവിടുത്തെ സീനിയർ ഞാനാണോ അതോ അവനാണോ? ഇന്നത്തോടെ ജോലി പോവാൻ നിൽക്കുന്ന എനിക്കിവിടെ എന്ത് സീനിയറിറ്റി? എന്തായാലും പറഞ്ഞ പോലെ ചെയ്യാം. സർ, മിസ്റ്റർ ഹാനൻ ടീം ഓൾറെഡി ഹിയർ. യാ ഓക്കെ. റൂബൻ, അവരെത്തിയിട്ടുണ്ട്. മേ ഐ കമിങ് സർ? യെസ്. എന്താ എബി? സർ, റിയ മാമിന് പകരം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ആർ യു കിഡിങ്? ഇത് ജോക്കിനുള്ള സമയമല്ലേ എബി? ഓ, ഞാൻ തമാശ പറഞ്ഞതല്ല. റൂബൻ, നീ വന്നേ. ഓൾറെഡി അവർ വെയിറ്റിംഗ് ആണ്.
സിയ, നീ പോയി വിഷ്ണുവിനോട് മീറ്റിംഗ് റൂമിലോട്ട് വരാൻ പറ. സർ, വിഷ്ണു അല്ല, ഞാനാ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. കേട്ടോ ബെബിൻ? ചീസൽ വേണ്ട. നീ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ? യെസ്, 101%. റൂബൻ, ഇത് കുട്ടിക്കളിയല്ല. ഈ ഒരു പ്രൊജക്ട് നമ്മുടെ കമ്പനിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്കറിയുന്നതല്ലേ? ഇതിനു വേണ്ടി നമ്മളെടുത്ത എഫേർട്ട്. അതുമല്ല, ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്നവർ ചില്ലറക്കാരല്ല. സോ ഇവനെ പോലെ ഒരു നോബിക്ക് ഒരിക്കലും അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതും 0 എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ. ഇത് നീ നിന്റെ ലൈഫിൽ എടുക്കുന്ന ഏറ്റവും വേഴ്സ്റ്റ് ഡിസിഷൻ ആയിരിക്കും. ഇത്രയും നാൾ നീ കഷ്ടപ്പെട്ട് നേടിയെടുത്തതൊക്കെ ഇവനോട് നോ പറയാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ നീ നഷ്ടപ്പെടുത്തുന്നത്. ജയ്സർ, ഐ എം ഡിസൈഡിങ് ദിസ്. ഇതിന്റെ പേരിലുള്ള നഷ്ടം അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നമ്മൾ ഓൾറെഡി ലേറ്റാ. സോ ലെറ്റ്സ് ഗോ. നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഡു യുവർ ബെസ്റ്റ്. താങ്ക് യു സർ. Good morning, Mr. Robin. Good morning. Welcome to XSC Group. Thank you. Can we start the meeting? Yeah. Good morning everyone. I'm Abin from Designing Department. Today I'm the one who's going to handle this project presentation. So I'm very happy about this. Mr. Abin, you are presented well. Thank you sir. ഇവിടെ മീറ്റിംഗിൽ മലയാളത്തിൽ മാത്രം ഉള്ളതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് മലയാളത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ? As you wish sir. ഓക്കെ. സോ ദിസ് പ്രോജക്ട് വാസ് ഗുഡ്. ബെസ്റ്റ്. ഇയാളല്ലേ ഇപ്പോൾ മലയാളത്തിൽ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ? ഈ പ്രോജക്റ്റ് ഒരു ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അതും കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു ക്യാമ്പയിനിങ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഗെയിമിൽ ഒരു ഫേക്ക് ഹോപ്പ് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. ദാറ്റ്സ് നോട്ട് ഫെയർ ഫോർ കിഡ്സ്, റൈറ്റ്? വിത്ത് ഓൾ റെസ്പെക്ട് സാർ, സാറ് പറഞ്ഞത് ശരിയാ. ഇതിലൊരു ഹോപ്പ് ഉണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു ഫേക്ക് ഹോപ്പ് അല്ല. അതുപോലെ ഇത് കിഡ്സിന് മാത്രമുള്ളതല്ല, ഏത് ഏജിലുള്ളവർക്കും അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഹോപ്പ്, അതൊരു ഹോപ്പ് ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാകുമ്പോൾ ദേ ക്യാൻ ലൈവ്. സോ അതുവഴി ഓവർ തിങ്കിങ്, ഡിപ്രഷൻ സ്റ്റേറ്റ്, സൂയിസൈഡ് കേസസ് ഇതെല്ലാം നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് തോന്നിയ പോലെ ആവില്ല മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫേക്ക് ഹോപ്പാണ്. അത് നമ്മുടെ എത്തിക്സിനെതിരല്ലേ? ബട്ട് സാറിന്റെ പേഴ്സണൽ കമ്പനി പ്രോഡക്റ്റ് ആയിട്ടുള്ള സ്നാക്സിന്റെ അഡ്വർടൈസ്മെന്റിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ സ്നാക്സിൽ വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ടെന്ന്. സോ വിറ്റാമിൻ പിൽസ് എടുക്കുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആണ് ആ സ്നാക്സ് കഴിക്കുന്നതെന്നും. അത് എത്രത്തോളം ഫേക്ക് വേർഡ്സ് ആണെന്നുള്ളത് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ യു ആർ യൂസിങ് ദസ് ഫേക്ക് വേർഡ്സ് ഫോർ സെല്ലിംഗ് യുവർ പ്രോഡക്റ്റ്. അതുപോലെ ഡെയിലി ആ സ്നാക്സ് കഴിക്കുന്നവരെ മരണത്തിലെത്തിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഹോപ്പ് വെച്ചിട്ട് ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവൻ അതൊരു ഫേക്ക് ഹോപ്പ് ആണെങ്കിൽ പോലും ആ കാര്യത്തിൽ എത്തിക്സ് നോക്കേണ്ടതില്ല എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓ ഗോഡ്, ഇവൻ ഇയാളെ പച്ചക്ക് കത്തിക്കുക. And one thing sir, we are not here to sell our game. We are here to build a conversation and show the culture. സോ അത് തന്നെ ആ ജാപ്പനീസ് ഗവൺമെന്റും ഈ ഒരു ക്യാമ്പയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സോ അതിന് ഈ ഒരു ഗെയിമിംഗ് പ്രോജക്റ്റ് പെർഫെക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ സർ? യാ, യു ആർ റൈറ്റ്. ഇറ്റ്സ് പെർഫെക്റ്റ്. യാ മാൻ, യുവർ മാൻ ഈസ് കില്ലിംഗ് യാർ. ഐ നോ.
യു ആർ റോക്കിംഗ് എബി. അയാളുടെ അണ്ണാക്കിലല്ല അന്നനാളത്തിലിട്ട് കൊടുത്തു. ഐ ആം ഡാം ഷുവർ ഈ പ്രൊജക്ട് റിജക്ട് ചെയ്യാൻ വേണ്ടി മാത്രം അയാൾ ഒരു 40 ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാക്കി വന്നിട്ടുണ്ടാവും. പക്ഷെ അയാളുടെ ഒറ്റ ക്വസ്റ്റ്യന്റെ ആൻസർ കൊണ്ട് തന്നെ അയാൾ ഈ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ദാറ്റ്സ് ഓസം മാൻ. ആൻഡ് ഐ എം വെരി സോറി എബിൻ, ഞാൻ നിന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. ഇറ്റ്സ് ഓക്കെ സർ. ഈവൻ എനിക്കറിയാം ഞാനെടുത്ത ഡിസിഷൻ വളരെ വലുതാണെന്ന്. എൻ്റെ ഒരു മിസ്റ്റേക്ക് മതി കമ്പനിക്ക് വൻ ലോസ് സംഭവിക്കാനെന്ന്. പക്ഷേ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. വാട്ട് യു മീൻ ബൈ ദാറ്റ്? അത് പിന്നെ മാനേജിംഗ് ടീം ഫയൽ സബ്മിറ്റ് ചെയ്തത് 2 days മുന്നെയാണ്. സോ വിഷ്ണുവിന് അത് പ്രോപ്പറായി ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ കൂടെ ഉള്ളത് ജിഷ്ണുവാ. അവൻ ന്യൂ അല്ലേ. സോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്ന്. അത് അവരുടെ മിസ്റ്റേക്ക് അല്ല. കാരണം ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് അതും 2 daysനുള്ളിൽ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പിന്നെ ഓൾറെഡി സാർ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഈ ഒരു പ്രൊജക്റ്റ് സാറിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അതുപോലെ ഈ മീറ്റിങ്ങിന് വരുന്ന ആളെക്കുറിച്ചും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊജക്ട് ഫയൽസ് ഒക്കെ ജിഷ്ണുവിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്തേ. കൂടെ മിസ്റ്റർ ഹാൻഡ് ഹിസ്റ്ററിയും. ദാറ്റ്സ് എ ബ്രില്യൻ മൂവ്. ഒരു നൂബി ആയിട്ടും യു നെയിൽഡ് ഇറ്റ് മാൻ. ഐ അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. യു ഡിഡ് വെൽ. പക്ഷേ മാനേജിംഗ് ടീമിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടും നീ എന്തുകൊണ്ട് എന്നോടത് മുന്നേ റിപ്പോർട്ട് ചെയ്തില്ല? ദാറ്റ് വാസ് റോങ്. സോ നെക്സ്റ്റ് ടൈം ഡോണ്ട് ഡു ദിസ്. സോറി സർ, ഇനി അങ്ങനെ ഒന്ന് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്തുണ്ടായാലും ഞാൻ ഫസ്റ്റിലെ സാറിന് റിപ്പോർട്ട് ചെയ്തോളാം. Okay, good. Jaisal, call the entire Japanese project team right now and prepare his promotion letter to my assistant.